ഒരു വർഷത്തിൽ 40,000 രൂപ മുതൽ 2,50,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SBI ലൈഫിൻ്റെ സ്മാർട്ട് വെൽത്ത് ബിൽഡർ എന്ന് പറയുന്ന പ്ലാൻ. കാരണം ഇതൊരു ഷോർട്ട് ടൈം പ്ലാനാണ്. കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലാവധി വെറും 7 വർഷം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ബെറ്റർ റിട്ടേൺ കിട്ടുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ATC ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. തിരിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ എമൗണ്ടും ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ അത്തരം അധികം ബെനിഫിറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SBI ലൈഫ് സ്മാർട്ട് വെൽത്ത് ബിൽഡർ. ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലെ പല പല ആവശ്യങ്ങൾക്കും വേണ്ടി പലതരം സമ്പാദ്യ പദ്ധതികളൊക്കെ എടുക്കുന്നതിന് പകരം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പ്ലാൻ, അതായത് ഭാവിയിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ ആവശ്യമാവാം, മാരേജിൻ്റെ ആവശ്യമാവാം, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വീട് എടുക്കേണ്ട ആവശ്യം, ഒരു കാറ് വാങ്ങിക്കാനാവാം, ടാക്സ് പ്ലാനിങ് ആവാം, വെക്കേഷൻ ആവാം, ഇനി അതും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ആവാം, ഫാമിലിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്ലാൻ SBI ലൈഫ് സ്മാർട്ട് വെൽത്ത് ബിൽഡർ. ഇനി ഈ ഒരു പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 2 lakhs ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 lakhs വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 7 തവണ മാത്രമാണ്. അതായത് ഒരു വർഷത്തിൽ ഓരോ തവണ വെച്ച് 7 തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന് നമുക്ക് അടുത്തൊരു 5 വർഷം കൂടെ, അതായത് 12 വർഷം വരെ നമുക്ക് ഈ ഫണ്ട് ഹോൾഡ് ചെയ്യാം. ഇനി അതിന് ശേഷം ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് 5 വർഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, അതല്ലെങ്കിൽ കുട്ടികളുടെ മാരേജ് ആവാം, വീട് വെക്കേണ്ട ആവശ്യമാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ട ആവശ്യമാവാം. ഇത്തരത്തിലുള്ള എന്ത് ആവശ്യങ്ങൾ നമ്മൾ മുന്നിൽ വരുന്ന സമയത്തും നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിന് കിട്ടിയിട്ടുള്ള അതുവരെ കിട്ടിയിട്ടുള്ള റിട്ടേൺസും ഫുള്ളായിട്ടോ പാർഷ്യലായിട്ടോ ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഇത്തരം ആവശ്യങ്ങൾക്കൊന്നും നമുക്ക് ഫണ്ട് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, നമുക്ക് ഇതിനെ ഒരു പെൻഷനായിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് 12ാമത്തെ വർഷം ഇതിനെ ഒരു പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു 20 lakhs ലൈഫ് ഇൻഷുറൻസ് കവറേജും ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ ഈ 12 വർഷം വരെ നമ്മൾ എന്നാണോ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്ത് പോളിസി ക്ലോസ് ചെയ്യുന്നത് ആ കാലം വരെ 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജും കിട്ടും. ഇനി ഇത് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ATC പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷനും വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി തിരിച്ചെടുക്കുന്ന സമയത്ത് 1 രൂപ പോലും ഇൻകം ടാക്സ് കൊടുക്കാതെ ഫുൾ എമൗണ്ടും ഇദ്ദേഹത്തിന് വാങ്ങിക്കാം. പിന്നെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞു, 5 വർഷത്തിന് ശേഷം നമുക്ക് ഏത് സമയത്തും ഫുള്ളായിട്ടോ പാർഷ്യലായിട്ടോ വിഡ്രോ ചെയ്യാം. പിന്നെ NRI അക്കൗണ്ടിൽ നിന്നാണ് നമ്മളിതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് NRI അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് റിട്ടേൺ അടക്കമുള്ള എമൗണ്ട് NRI അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ട് ഏത് തരം ഫണ്ടിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അതിനകത്ത് പ്രധാനമായിട്ടും ഇക്വിറ്റി ഫണ്ട്, അതുപോലെ മിഡ് ക്യാപ്പ്, അതുപോലെ ബോണ്ട് ഫണ്ട്, ഇതിൽ ഏത് ഫണ്ട് വേണമെങ്കിലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് ചൂസ് ചെയ്ത ഫണ്ട് നാളെ വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് ഇക്വിറ്റിയിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്കോ ബോണ്ടിലേക്കോ തിരിച്ചും നമുക്ക് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസ്, സ്വിച്ചിങ് ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിനകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതൽ റിട്ടേൺസ് കസ്റ്റമർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് SBI ലൈഫിൻ്റെ 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഫണ്ടിൽ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അതായത് ഇതിനകത്ത് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് 49,863 കോടി രൂപയാണ്. ഈ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 15.82% ഇതിൻ്റെ ആവറേജ് CAGR, അതായത് ആവറേജ് ഇയർലി കോമ്പൗണ്ടിങ് റിട്ടേൺ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് SBI ലൈഫിൻ്റെ ഈ വെൽത്ത് ബിൽഡറിലൂടെ ഈ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കസ്റ്റമർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2005 10 രൂപയുടെ ഒരു യൂണിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നതിൻ്റെ യൂണിറ്റിൻ്റെ വാല്യൂ NAV എന്ന് പറയുന്നത് 157 രൂപ 11 പൈസയാണ്.
അതായത് 2005 ഒരു 10 ലക്ഷം രൂപയുടെ യൂണിറ്റ്സ്, അതായത് 10 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തി ഇന്ന് ആ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,57,00,000 രൂപയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ 1,57,00,000 രൂപയിൽ 1,47,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് കിട്ടിയ ടോട്ടൽ എമൗണ്ടും ടാക്സ് ഫ്രീ ആണ് എന്നുള്ളതാണ്. നോർമലി വേറെ ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു 30% ഇൻകം ടാക്സ് പോയിക്കഴിഞ്ഞാൽ ഇതൊരു 1.5 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 30% എന്ന് പറയുന്നത് 45 lakhs ആയി. അപ്പോൾ ഏകദേശം 1.5 കോടി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപയോളം ടാക്സ് പിടിച്ചതിന് ശേഷം 1 കോടി രൂപയോളം മാത്രമേ ഇദ്ദേഹത്തിന് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുള്ളൂ. ഇവിടെ അതല്ല, 100% ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ, നമ്മളൊരു 2 lakhs വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 12ാമത്തെ വർഷം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 15 point something നമുക്ക് റിട്ടേൺസ് ഉണ്ടെങ്കിലും ഒരു 10% വെച്ചിട്ടുള്ളൊരു റിട്ടേൺസ് നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 33,61,000 രൂപയിൽ കൂടുതൽ ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2 lakhsൻ്റെ മുകളിൽ പെൻഷനായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഇനി അതല്ല, ഒരു 7th year 7ാമത്തെ വർഷം തന്നെ വിഡ്രോ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ 20 lakhsൻ്റെ മുകളിൽ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. ഇനി 5 വർഷം കഴിഞ്ഞ് ഉടനെ തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു 13,43,000 രൂപയോളം വിഡ്രോ ചെയ്യാം. ഇനി ഒരു 1 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ 12ാമത്തെ വർഷം 16,80,000 രൂപയും അത് പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ പെൻഷനായിട്ടും ഇദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് സാധാരണ ഒരു കസ്റ്റമർ ഒരു 40,000 to 2.5 lakhs വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റിയുള്ള ഒരു കസ്റ്റമർ ഈ ഒരു പ്ലാൻ ഏറ്റവും അട്രാക്റ്റീവ് ആവുന്നത്? ഒന്ന്, ആകെ 7 years പേയ്മെൻ്റ് ആണ്. 7 വർഷം മാത്രമാണ് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. 5 വർഷത്തിന് ശേഷം ഏത് സമയത്തും ഫുള്ളായിട്ടോ പാർഷ്യലായിട്ടോ വിഡ്രോ ചെയ്യാം. തിരിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ എമൗണ്ടും ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നു. ഫാമിലി പ്രൊട്ടക്ഷനായിട്ട് ഒരു 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു. NRI അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. ഫണ്ട് ഓപ്ഷൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. കൂടുതൽ റിട്ടേൺ കിട്ടാനായിട്ട് ഇക്വിറ്റി ഫണ്ട് ചൂസ് ചെയ്യാം. ഗ്യാരണ്ടീഡ് റിട്ടേണിന് വേണ്ടിയിട്ട് ബോണ്ട് ഫണ്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര അധികം ഗുണങ്ങളുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മുടെ വെൽത്ത് ബിൽഡർ എന്ന് പറയുന്ന പ്ലാൻ. ഇനി ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡിൻ്റെയോ പാസ്പോർട്ടിൻ്റെയോ ഒരു കോപ്പി വേണം, പാൻ കാർഡിൻ്റെ ഒരു കോപ്പി, ലൈവ് ഫോട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്കിതിനകത്ത് വേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫ്. നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫ് വേണം. പിന്നെ പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചെക്ക് വഴിയോ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസനാണ്. നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളും ഇക്വിറ്റി ഫണ്ടും തമ്മിലുള്ളൊരു ചെറിയൊരു കമ്പാരിസൺ. 1979 നമ്മുടെ സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10,000 rupees നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ 2,68,000 രൂപ ഇന്ന് നമുക്ക് മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അതേസമയം നമ്മൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ 2,68,000 പകരം നമുക്ക് 4 ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് ഇന്ന് ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് പകരം ഒരു സെൻസെക്സിലാണ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് 45 lakhsന് മുകളിലായിരിക്കും ഇന്നത്തെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് ഈ വെൽത്ത് ബിൽഡറിലൂടെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വെൽത്ത് ബിൽഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.